വർഷവും മെയ് മാസം ആകുമ്പോൾ കുറേ പേര് പെൻഷൻ പറ്റൂലേ. അതായത് റിട്ടയർമെൻറ്റ് സമയമാണ് മെയ് മാസം മിക്കവാറും. അങ്ങനെ ഓരോ വർഷത്തിൽ റിട്ടയർഡ് ആകുന്നത്. കഴിഞ്ഞ വർഷം എൻ്റെ ഹസ്ബൻഡ് റിട്ടയർഡായി. എൻ്റെ സഹോദരങ്ങളുണ്ടായിരുന്നു, അവരും റിട്ടയർഡായി. അതായത് എൻ്റെ ഒരു ചേച്ചി കഴിഞ്ഞ ഈ മെയ് മാസത്തിലാണ് റിട്ടയർഡായത് കേട്ടോ. അപ്പം ഇങ്ങനെ റിട്ടയർഡ് ചെയ്തവരുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും ഞാൻ ചില റിട്ടയർഡ് ആയവരുടെ ജീവചരിത്രങ്ങൾ ഒരു പുസ്തകത്തിൽ വായിച്ചപ്പോഴും ഉള്ള അനുഭവങ്ങളിൽ വെച്ചാട്ടോ ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും എൻ്റെ സഹോദരങ്ങളെയും കണ്ടപ്പോൾ ഉള്ള ഇത് വെച്ചും കൂടെ ആട്ടോ ഈ വീഡിയോ. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയർഡ് ലൈഫ് എന്ന് പറയുന്നത് അവർ നല്ല പൊസിഷനിൽ എത്തിയ ശേഷമായിരിക്കും അവർ സാധാരണ റിട്ടയർഡ് ആണ് അല്ലേ. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറായിട്ടും എൻ്റെ സഹോദരങ്ങളാണേലും ഗസറ്റഡ് റാങ്ക് ഉള്ള ഓഫീസർമാരായിട്ട് രണ്ടുപേരും റിട്ടയർഡ് ആയത്. ചേച്ചിയാണേലും അതെ. അപ്പം അവരുടെ ജീവിതം അങ്ങനെ നല്ല പൊസിഷനിലിരിക്കുന്ന സമയത്ത് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ റിട്ടയർഡ് ആയത്. അപ്പോൾ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ ഒരു സമാധാനം അവർക്ക്. അന്നേ ദിവസം തൊട്ട് ആ റിട്ടയർഡ് ആയി കുറച്ച് ഓഫീസിലുള്ളവരെല്ലാം കൂടെ കൊണ്ട് ഇവരെ വീട്ടിൽ കൊണ്ടുവിടുന്നു. അപ്പം അവരെല്ലാം യാത്ര പറഞ്ഞു പോയി കഴിയുമ്പോൾ ഒരു റിലാക്സ് ആണ് ഇവർ. ഏതാണ്ട് രക്ഷപ്പെട്ട രീതിയിൽ. കാരണം ഒത്തിരി തിരക്കുകളിലും ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധിയിലും ഒക്കെ നിന്നിട്ട ശേഷമായിരിക്കും ഇവർ റിട്ടയർഡായി വരുന്നത് അല്ലേ. ഒത്തിരി ബുദ്ധിമുട്ടുള്ള ജോലികളൊക്കെ ചെയ്ത ശേഷമായിരിക്കും വരുന്നത്. അപ്പോൾ അവരൊരു റിലാക്സ് ആണ് അനുഭവപ്പെടുന്നത് അവരുടെ ജീവിതത്തിൽ. പക്ഷെ ഒരു കുഴപ്പം അവിടെ പറ്റും. അന്ന് റിലാക്സായി കുഴപ്പമില്ല. പിറ്റേ ദിവസം തൊട്ട് അവർ ഓർക്കുക, ഇനി താമസിച്ച് എണീറ്റാൽ മതിയല്ലോ, എന്നും പതിവ് പോലെയുള്ള ഓടിപ്പിടിച്ചൊന്നും ഓഫീസിലേക്ക് പോവണ്ടല്ലോ, നേരത്തെ എഴുന്നേൽക്കണ്ടല്ലോ എന്നില്ല, കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങാം എന്നോർത്തോണ്ട് അങ്ങനെ ഓരോ ദിനചര്യകളിലും മാറ്റം വരുത്തൂര്. അതായത് ഭക്ഷണത്തിൽ മാറ്റം വരുത്തും. എപ്പോഴെങ്കിലും ഒന്ന് എണീറ്റ് കഴിച്ചാലായി, അങ്ങനെയായി. അതിനൊന്നും ഒരു കൃത്യസമയമില്ലാണ്ടാകും. എഴുന്നേൽക്കുന്ന സമയത്തിന് വ്യത്യാസം വരുത്തുന്നു. എക്സസൈസ് ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നു. ഇച്ചിരി കഴിയുമ്പോൾ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ആകുകയും ചെയ്യും. അതിനൊന്നും ഒരിക്കലും ഒരു മാറ്റം വരുത്തുക. റിട്ടയർഡ് ആവണവരോടാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക, എക്സസൈസ് എന്നും എഴുന്നേൽക്കുന്ന പോലെ എക്സസൈസ് ചെയ്യുക, ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക, അതേപോലെ ധാരാളം വെള്ളം കുടിക്കുക, ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ടുപോവുക. എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ്. രാവിലെ എണീക്കും, യോഗ ചെയ്യും, ഫുഡ് കൃത്യമായിട്ട് കഴിക്കും. അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. അദ്ദേഹം ഇപ്പോൾ വേറെ ഒരു സ്ഥാപനത്തിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയും കൂടെയാണ്. എൻ്റെ സഹോദരങ്ങളാണെങ്കിൽ വർക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ ഞാൻ അതനുസരിച്ചൊരു വീഡിയോ ഇട്ടേക്കാമെന്ന് വെച്ചതാണ് അനുഭവത്തിൽ നിന്ന്. അങ്ങനെ ഒരു റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവരുടെ വിശ്രമ ജീവിതം ഒരു സന്തോഷകരമായിട്ട് അങ്ങനെ അങ്ങ് ആരോഗ്യത്തോടു കൂടി പോകും. സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ ഇവർ റിട്ടയർഡ് ആയി കഴിയുമ്പം ഇവരുടെ കയ്യിൽ നല്ലൊരു സമ്പാദ്യം വരും. ആ സമ്പാദ്യം ഇവർ കൃത്യമായിട്ട് സേവ് ചെയ്യണം. അതായത് ഈ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ കിട്ടുന്ന പൈസ നമ്മൾ ഏതെങ്കിലും സേഫായ ഏതെങ്കിലും FD ആയിട്ട് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടിട്ട് അതിൻ്റെ പലിശ കൊണ്ട് വേറെ എവിടെയെങ്കിലും KSFയോ അങ്ങനെ പോലുള്ള എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു ചിട്ടിയോ എന്തെങ്കിലുമൊക്കെ കൂടിയിടുവാണെങ്കിൽ അതിൻ്റെ പലിശ കൊണ്ട് തന്നെ ആ ചിട്ടിയും നടന്നു പോയിക്കോളും. കുറേ കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് എടുക്കുകയും ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പം ഈ ചിട്ടിയുടെ പൈസ എടുത്താലും മതി, ബാക്കി സേവിങ് ആയിട്ട് അവിടെ കിടന്നോളും. അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഏതെങ്കിലും നമ്മൾ നോക്കി വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് നല്ല റിട്ടേൺ കിട്ടുന്ന ഏതാണെന്നൊക്കെ ആലോചിച്ച ശേഷം അതനുസരിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ വിശ്വസ്തരായ സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് കിട്ടിയ പെൻഷൻ പൈസയും സാമ്പത്തിക സ്ഥിതിയും നന്നായിരിക്കും. പക്ഷെ നമ്മൾ പെൻഷൻ പറ്റുമ്പോൾ പലരും നമ്മുടെ പെൻഷനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ കാണും. എല്ലാ വീടുകളിലൊന്നുമില്ല, എന്നാൽ ചില വീടുകളിൽ അത് നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം. അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ പെൻഷൻ പറ്റിയിട്ട് ഒരു കുറച്ച് തുക മേടിക്കാം എന്നോ ഓർത്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, നമ്മൾ അർഹതപ്പെട്ടവർക്കാണെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ പൈസ. നമുക്കത് തിരിച്ചു തരും എന്നുള്ള ഉറപ്പുള്ളവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതല്ല അർഹതപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്കാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നോർത്തുകൊണ്ട് മുഴുവൻ കൊടുത്ത് നമ്മൾ കയ്യിൽ ഒന്നുമില്ലാതെ ആകരുത്. നമുക്ക് എന്തെങ്കിലും ഒരു സമ്പാദ്യമായിട്ട് നമ്മുടെ പിന്നീടുള്ള നമുക്ക് പിന്നെ പെൻഷൻ എന്ന് പറയുന്നത് ശമ്പളത്തിൻ്റെ പകുതിയും പിന്നെ അതിലും കുറവായിരിക്കും മിക്കവർക്കും തന്നെ. ശമ്പളത്തിൻ്റെ പകുതിയാണ് നമ്മൾ പറയുമെങ്കിലും അതിലും കുറവാണ് പെൻഷനായിട്ട് കിട്ടുന്നത്. അപ്പം നമ്മളെപ്പോഴും ഒരു സമ്പാദ്യവും കൂടെ നമുക്ക്
ഉണ്ടായിരിക്കണം. അപ്പം അല്ലെങ്കിൽ നമ്മൾ പിന്നീട് നമുക്ക് ഒരിടത്തു നിന്നും പൈസ കിട്ടാൻ മാർഗ്ഗമില്ല. അപ്പം നമ്മൾ അത് സൂക്ഷിച്ച് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കുക. പിന്നെ മാനസികമായിട്ട് ഇവർ ഒരു 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 ചെറിയൊരു ഡൗൺ ആകാനുള്ള ഒരു പ്രവൃത്തി കൂടുതലാണ്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വലിയ പൊസിഷനിലിരിക്കുമ്പോൾ ഇവരുടെ വിചാരം എല്ലാവർക്കും ഒന്നും ഇല്ലാട്ടെ, എന്നാലും ഇവരെ എല്ലാവരും ബഹുമാനിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് നിന്നാണ് ഇവർ പെൻഷനാകുന്നത് അല്ലേ. അപ്പോൾ ആ സമയം കഴിഞ്ഞ് പെൻഷനായി കഴിയുമ്പം ഇവരുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുവാണ്, ഇനി ആരും എന്നെ ബഹുമാനിക്കില്ല എന്ന് ഇവരുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ ആൾക്കാർ ബഹുമാനിക്കുന്നത് നമ്മുടെ ആ പൊസിഷൻ്റെ ഇതിലാണ് നമ്മൾ ബഹുമാനിച്ചത്. അല്ല, നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ അല്ലായിരുന്നു സാറേ അല്ലെങ്കിൽ മാഡം എന്നൊക്കെ നമ്മൾ വിളിച്ചോണ്ടിരുന്നത്. നമ്മുടെ ആ പൊസിഷൻ, നമ്മളായിരിക്കുന്ന ജോലിയുടെ ആ ഇത് വെച്ചാണ് നമ്മളെ വിളിച്ചോണ്ടിരുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഈ മാനസിക വിഷമം കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഭയവും വരും. ഇനി എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നൊരു ചെറിയ ഭയം പിന്നീട് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ആദ്യം കുറേ കാലത്തേക്ക് ഇവർക്ക് നല്ല ആരോഗ്യസ്ഥിതിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. 56-60 വയസ്സ് എന്നൊക്കെ പറയുന്ന കാലഘട്ടങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാതെ പോയി എന്നിരിക്കാം. പക്ഷേ പിന്നീട് എന്ത് ചെയ്യും എന്നൊരു അവസ്ഥയിലേക്ക് ഒരു മനസ്സിനൊരു ഏകാന്തത അല്ലെങ്കിൽ ഒരു ശൂന്യത ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇവർ വേറെ ഏതെങ്കിലും ഇവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇവരുടെ ജോലി സമയത്ത് അല്ലെങ്കിൽ ജോലി കിട്ടുന്നതിന് മുമ്പ് ഇവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കുക. അതായത് ഒന്നെങ്കിൽ പാട്ട് പഠിക്കാനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ചിലർക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂറ് പോകണമെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലൊക്കെ യാത്ര പോകണമെന്നോ, അല്ലെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണമെന്നോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്നിനും ഒരു തടസ്സവും കൂടാതെ അതൊക്കെ ഇവർ ചെയ്യുക. അപ്പം അവരുടെ ആ ശൂന്യതയിൽ നിന്ന് അവർക്കൊരു മോചനമാകും. പിന്നെ ഉള്ളത് ഇവർക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സമ്പാദ്യത്തിൻ്റെ കൂടെ ഇവരുടെ പെൻഷൻ പൈസയുടെ കൂടെ ഒരു എക്സ്ട്രാ വരുമാനവും കൂടി ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പെൻഷൻ പൈസ ഒരു വശത്തിരിക്കുമ്പം അത് കൂടാതെ തന്നെ ഒരു എക്സ്ട്രാ ഇൻകം കൂടെ ഇവർക്ക്, ചിലർ പെയിൻറ്റിംഗ് ഒക്കെ ഉള്ളവരുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ ഒരു എക്സ്ട്രാ വരുമാനവും കൂടെ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക. പിന്നെ വേറൊരെണ്ണമുണ്ട്, ഈ നമ്മൾ വീട്ടിലെ ഒരു സെർവൻ്റായി തീരാൻ ഇടവരുത്തരുത്. കാരണമുണ്ട്, നമ്മൾ പെൻഷൻ പറ്റി കഴിയുമ്പം നമ്മുടെ മക്കൾ വിദേശത്തൊക്കെ ആണെങ്കിൽ അവർ ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു വിളി വിളിക്കും. അമ്മ പെൻഷൻ പറ്റിയില്ലേ, അല്ലെ അച്ഛൻ പെൻഷൻ പറ്റിയില്ലേ, എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് പോവാ, അവിടെ തന്നെ കഴിയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരൊറ്റ വിളി അങ്ങ് വിളിക്കും. അപ്പം നമ്മൾ പോയി നമുക്ക് ഹെൽപ്പ് ചെയ്യണതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ അവിടെ പോയി നിന്ന് മക്കളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഒന്നും നമുക്ക് ശരിക്കും കാണത്തില്ല. അപ്പം നമ്മൾ അതിനൊരു പരിധി വെക്കുക. നമ്മളൊരു കുറച്ച് നാളൊക്കെ പോയി നിന്നൊന്ന് കറങ്ങി അടിച്ചൊക്കെ പോരുക, അതിനൊരു ഹെൽപ്പ് ചെയ്യുക. അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് അവരുടെ മക്കളെ നോക്കാനോ അല്ലെങ്കിൽ അങ്ങനെയോ പോയി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടിലേക്ക് ആകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒത്തിരി പേര് എനിക്കറിയാം അവസാനം വിഷമിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ വരെ നല്ല പൊസിഷനിൽ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് മക്കളോടൊട്ട് പറയാനും പറ്റില്ല, പോവാൻ ഇഷ്ടമില്ലാതെ പോയ ഒത്തിരി പേരെ അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള കാലം ഏതെങ്കിലും ജോലിക്ക് കയറുവാണെങ്കിൽ അങ്ങനെ സന്തോഷമാണ്. എൻ്റെ ഹസ്ബൻഡൊക്കെ ജോലിക്ക് കയറിയ ആളാണ്, അതുകൊണ്ട് അതിൽ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നു. അപ്പം അങ്ങനെ ജോലിക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വേറെയുള്ള ചിന്തകളെല്ലാം വിട്ടിട്ട് അതിനകത്ത് എൻഗേജ്ഡ് ആകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയും ചെയ്യാം. അല്ലാണ്ട് റിട്ടയർഡ് ലൈഫ് എന്നും പറഞ്ഞ് വിശ്രമ ജീവിതത്തിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടിലേക്ക് ചെന്നെത്താൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട് അവസാനം ഒന്നുമില്ലാതെ എന്നാ പറയണേ, നമുക്ക് പിന്നീട് കുറച്ചങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമായി കഴിയുമ്പോൾ നമുക്ക് ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാർദ്ധക്യത്തിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേറെ ആളെ ഏൽപ്പിക്കേണ്ടി വരും. നമ്മുടെ ആരോഗ്യസ്ഥിതി ശകലം ക്ഷീണമാകുമ്പോൾ വേറെ ആളുടെ സഹായം മേടിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും നല്ല പൊസിഷനിലേക്ക് ഇരിക്കുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായി തീരും. അവർക്ക് മറ്റുള്ളവരെ സഹായം തേടുക എന്നൊക്കെ പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതിനൊന്നും ഒരു വലിയ ഇൻട്രസ്റ്റ് ഒന്നും അവർ കാണിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളും കൂടെ നമ്മൾ പരമാവധി എന്നാ പറയണേ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പരമാവധി മറ്റുള്ളവർ ഹെൽപ്പ് ചോദിക്കുന്നതിനൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട.
അങ്ങനെ എല്ലാവരുടെയും സാഹചര്യങ്ങളിൽ അനുസരിച്ച് മറ്റുള്ളവരുടെ സഹായവും കൂടെ നേടി നമ്മുടെ വാർദ്ധക്യ ജീവിതം സന്തോഷകരമാക്കാൻ ഈ റിട്ടയർഡ് ആയവർക്ക് സാധിക്കും. അല്ലാണ്ട് നമ്മൾ ചടഞ്ഞുകൂടി നമ്മൾ ഒന്നും കൊള്ളില്ലാത്ത ആളായിപ്പോയി, എന്നെക്കൊണ്ട് ഇനിയൊന്നും സാധിക്കില്ല എന്ന ചിന്തയോടെ കൂടി ഇരിക്കാതെ സന്തോഷത്തോടു കൂടി റിട്ടയർമെൻറ്റ് ഹോമുകളിലൊക്കെ പോണ ഒത്തിരി ജോലിക്കാരുണ്ട് കേട്ടോ. അങ്ങനെ നല്ലതാണെങ്കിൽ അങ്ങനെ പോവുക, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് സമാധാനവും സന്തോഷത്തോടു കൂടി അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്ത് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ പിന്നീടുള്ള ജീവിതകാലം നമുക്ക് കുടുംബങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഇത് ഞാൻ കണ്ട ഒത്തിരി കുടുംബങ്ങളിലെ കഥകൾ കൂട്ടിച്ചേർത്താണ്. റിട്ടയർമെൻ്റ് ആയിട്ട് തന്നെ താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ എനിക്ക് ഒത്തിരി പേരെ അറിയാം. നല്ല പൊസിഷനിൽ ഇരുന്നിട്ട് അവരിപ്പം തന്നെ വീടുകളിൽ മക്കളൊന്നും സ്ഥലത്തില്ലാതെ ജീവിക്കുന്നു, മറ്റുള്ളവരെ സഹായം കൊണ്ട് ജീവിക്കുന്നവരും ഒക്കെയുണ്ട്. അപ്പം അങ്ങനെയുള്ള അധ്യാപകരായിട്ടും വേറെ നല്ല പൊസിഷനിലിരുന്നവരും ഒക്കെ അവരെയൊക്കെ കണ്ടതുകൊണ്ടും ആണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയാണല്ലോ സംഭവിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിട്ടത്. എനിക്കും എൻ്റെ ഹസ്ബൻഡിന് ജോലി ഞാൻ പറഞ്ഞില്ലേ ഗവൺമെൻറ് സർവീസിലായിരുന്നു, റിട്ടയർഡായിട്ട് 1 വർഷമേ ആയുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.